quad killer acting moments, and we can say that he is the evolution. He is the undisputed pride of Malayalam film industry. And now scream your lungs, everybody, as this is the moment where we welcome our favorite Kunchako Boban. നമ്മുടെ സ്വന്തം ചാക്കോച്ചനെ ഗംഭീരമായിട്ടുള്ള കരട് നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉന്മാദം സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ്. ആസ് യൂഷ്വൽ പതിവ് തെറ്റിക്കാതെ ഒരു മാസ് ലുക്കിലാണ് ചാക്കോച്ചൻ ഇത്തവണയും എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും ത്രില്ലർ സിനിമ, വീണ്ടും ഒരു പോലീസ് കഥാപാത്രം. നമ്മളെല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞു സമാധാനം കുറച്ചധികം ഈ സിനിമയിൽ കിട്ടും എന്നുള്ളത്. പക്ഷെ എന്നാലും പണ്ട് നമ്മൾ പറയും ചാക്കോച്ചൻ്റെ സിനിമ കാണാനായിട്ട് പോവുകയാണെങ്കിൽ ഡാൻസ് ഒക്കെ കണ്ട് റൊമാൻസ് ഒക്കെ കണ്ട് നമുക്ക് ഹാപ്പി ആകാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ചധികം ടെൻഷനിലാണ് ചാക്കോച്ചൻ്റെ ഓരോ സിനിമയും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലുണ്ട്. സോ ഹൗ യു ഫീലിംഗ്? പുതിയ സിനിമ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയ ക്രൗഡിന് മുന്നിൽ ചാക്കോച്ചൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? भाई और बहनों, मेरे प्यारे दोस्तों, हमारा प्रोडक्शन हाउस मुंबई से आया है, इसलिए हिंदी में शुरू किया. ഇനി മലയാളത്തിൽ എന്തുണ്ട് വിശേഷം? സുഖം? ഉന്മാദം സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മലയാളികളെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഉന്മാദത്തിലാഴ്ത്തിയ ഒന്ന് രണ്ട് വാർത്തകൾ നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കി മാറ്റാം. The one and only, the best of the best, National Award for the Best Actor, മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. So big congratulations to Mammootka from all our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ മമ്മൂക്കയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്, മികച്ച നടനുള്ളത്. അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് മികച്ച മലയാള സിനിമ, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും എന്താ പറയുക, അവിസ്മരണീയമായ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം, എല്ലാ മലയാളികളോടൊപ്പം, ഉന്മാദം ടീമിനോടൊപ്പം ഈ വേദിയിൽ നിങ്ങളോട് ചിപ്പം ചേർന്ന് അഭിനന്ദനങ്ങൾ ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ദ വിന്നേഴ്സ്, ഓൾ ദ വിന്നേഴ്സ് ഓഫ് നാഷണൽ അവാർഡ് ഇപ്രാവശ്യത്തേത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ചപോലെ കിരൺദാസ് എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഉന്മാദം. അതേപോലെ തന്നെ അദ്ദേഹം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിനോടൊപ്പം ചേരുന്ന ആദ്യത്തെ ഒരു സിനിമയും കൂടിയാണ്. ഷാഹിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഉന്മാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എവിടെ ഷാഹിൻ്റെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ ലിജോമോളുടെ കൂടെ ആദ്യമായിട്ടൊരു വേദി, ഒരു സ്ക്രീൻ ഫേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ വേറെ ഉണ്ണിയിലൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ണി ഗോകുലൻ, അവരോട് കൂടെ ഞാൻ വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടാസ്, രണ്ട് ചോട്ടാസ് ഇവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണപ്രഭ, എൻ്റെ തിരിച്ചുവരവിൽ ഗുലുമാല തൊട്ടുള്ള ഒരു അഭിനയ എന്താ പറയുക അഭിനയം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് ആൾ, സുധീഷുണ്ട്, ഷാജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിനപ്പുറം ഉന്മാദം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ പോലീസ് കഥ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലർ മിസ്റ്ററി എന്ന് പറഞ്ഞതിനപ്പുറം എന്താണ് ഉന്മാദത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ആലോചന പുറത്താണ് ഉന്മാദം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പല രീതികളിൽ പല ആളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അത് ഉന്മാദം എന്ന സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി മാറ്റുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ആ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിൻ്റെ അവതരണത്തിലും എല്ലാം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ക്യാമറയുടെ മുമ്പിലും പിൻപിലും അല്ലെങ്കിൽ കൂടെയും നിന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഉന്മാദം ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങളെ രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് ഭയപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കട്ടപ്പണിയെടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്ത സമയത്ത് അതിനുള്ളൊരു റെസ്പോൺസും
അത് ഇപ്പോൾ ഈ ട്രെയിലർ റിലീസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എന്താണ് ഉന്മാദം എന്നുള്ള സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ട്രെയിലർ തന്നെയായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു ആവേശവും എല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ അപ്പം ഇപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഉന്മാദം മാറി സിനിമ തിയേറ്ററിൽ ഉന്മാദം എന്ന സിനിമയുടെ ഉന്മാദത്തിൽ നിങ്ങളെല്ലാവരും ചേരണം അല്ലെങ്കിൽ ചേരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ ഉന്മാദം സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മാസം 31-ാം തീയതി നിങ്ങളെല്ലാവരും ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടക മാസം തുടങ്ങി, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ആവേശമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറം സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത് ഞങ്ങൾക്കൊരു ഊർജ്ജം തന്നെയാണ്. സോ താങ്ക് യു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് അതിൻ്റെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ 100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. Even more thrill and excitement and all eyes on the screen. മനസ്സിൽ ഒരുപാട് സ്നേഹത്തോടെ കാണുന്ന ഒരു മുഖമാണ് ചാക്കോ ചാൻ. ആ 1997 ഇപ്പോൾ 2026 ഓൾമോസ്റ്റ് 29 ഇയേഴ്സ് അല്ലേ, 30 വർഷമായിട്ട് ഇങ്ങനെ അതേ ചാമോട് കൂടി അതേ സ്റ്റൈലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പിറകിലുള്ള സീക്രട്ട് എന്താണ് ചാക്കോ ചാൻ? അതിൻ്റെ പിറകിലുള്ള ഉന്മാദം എന്താണ്? വാട്ട് ഈസ് മേക്കിംഗ് യു ദിസ് വൈബ്രന്റ് ആൻഡ് ദിസ് എനർജറ്റിക് എവറി ടൈം? ഇതിൽ എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അപ്പം ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നേ? ആരാ? ഇയാളാണോ? വരുന്നോ? ആ ചോട്ടയും കൊണ്ട് വിട്ടോ. ചാക്കോച്ച എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു മെടുക്കനാണ് ഇതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പേരെന്താ? ലയാൻ. അടിപൊളി. ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസിന്റെ ബഡാസും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചനെ, നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടയ്ക്ക് ഒരു സിംബോളിക്കായിട്ട് ഒരു ഉമ്മ കൊടുക്കും. ഇനി തിരിച്ചൊരു ഉമ്മ വരുമോ? ലേഡീസിന് കൊടുക്കുമ്പോൾ അല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലിയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? സനീഫയ്ക്കാണോ? അത് അവരുടെ അച്ഛനും അമ്മയോട്. അപ്പോൾ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എന്നെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, ഇപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. ചാക്കോച്ച, ഒരു കാര്യം കൂടെ ഒബ്വിയസ്ലി ചാക്കോച്ചൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഡാൻസ്
സഹായിക്കുമോ എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിലർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ആയതുകൊണ്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തതിന് ശേഷം ചാക്കോച്ചൻ്റെ ഡാൻസ് ആവാമേ നമുക്ക്. എൻ്റെ അടുത്ത് ഇവിടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ കമ്പനി ബോംബെ എന്നുള്ള ആൾക്കാരാണ്. സോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്ത് പരിപാടി കുളമാക്കരുത്. സോ താങ്ക് യു പനോരമ സ്റ്റുഡിയോസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഓഫർ ടു മീ. സോ അവർക്ക് വേണ്ടി എന്തായാലും നൃത്തം ചെയ്യുന്നില്ല. നമ്മുടെ ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ആ സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ അമ്മിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ചോദിച്ചാൽ മതി അല്ലേ. എന്തായാലും ട്രെയിലർ പരിപാടി എന്തിനാണോ നമ്മളിവിടെ വന്നത് ആ പരിപാടി അത് നടക്കട്ടെ. അത് നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് us see നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ ട്രെയിലർ ലോഞ്ചിലേക്ക് തന്നെ പോവാം അല്ലേ. അപ്പോൾ ചാക്കോച്ചൻ ഓൾറെഡി ഇതാ നമ്മളോടൊപ്പം സ്റ്റേജിലുണ്ട്. ആൻഡ് നൗ ടു മേക്ക് ദിസ് എ പിക്ചർ പെർഫെക്റ്റ് മൊമെന്റ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിനായിട്ട് we need the stars of the incredible actress ലിജോ മോൾ. മികച്ച കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിഷ്കളങ്കമായിട്ടുള്ള ചിരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ താഴെ നിന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. സോ ഹാർട്ടി വെൽക്കം. ട്രെയിലർ ലോഞ്ചിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ സിനിമയാണ്. ചാക്കോച്ചൻ്റെ കൂടെ പെയറായിട്ട് എത്തുന്നു. മലയാളികൾ എല്ലാവരും ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് കാത്തിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഫീലിംഗ്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു ഈവനിങ്ങിൽ ഇവിടെ എത്തിയതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അത് പ്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി എഡിറ്റർ, ഡയറക്ടർ, അതേപോലെ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, ബാക്കിയെല്ലാ എൻ്റെ എല്ലാ കോ ആക്ടേഴ്സും അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെ വെൻ യു ഡിസൈഡഡ് ഓക്കെ ഐ ആം ഗോണ ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം, നേരത്തെ ഇൻക്രെഡിബിൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം പറഞ്ഞു. അറ്റ് വാട്ട് പോയിന്റ് യു ഡിസൈഡഡ് ഈ സിനിമ ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ളത്? അത് പറഞ്ഞപ്പോഴേ ഭയങ്കര ചിരിയാണല്ലോ. ഇല്ലില്ല, ഷാഹിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷാഹിക്കയുടെ എല്ലാ സിനിമകളും തന്നെ ഹിറ്റാണ്. അതേപോലെ എല്ലാം നമ്മൾ പറയുന്നുണ്ട്, എല്ലാം പോലീസ് സ്റ്റോറീസാണ്, പക്ഷേ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ കോള് ഇങ്ങനൊരു കഥയുണ്ട് വന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം. എനിക്ക് ഇതിൽ പേഴ്സണലി ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ ആഗ്രഹം തോന്നി 1-2 കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് കഥ കേട്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമ റിലീസായതിനു ശേഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ BTS വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറയുണ്ടായി ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിലും നിങ്ങളെല്ലാവരും വളരെ ജോളി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സിനിമയുടെ ഭാഗമായതല്ലേ. സോ ഐ തിങ്ക് ടീസറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അതുപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ്, ഹോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചു പിടിച്ച് വിളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് സെറ്റിൽ ഉണ്ടായിരുന്നു? ഇല്ല, സെറ്റിൽ നമുക്ക് എല്ലാവർക്കും വളരെ കൂളായിട്ട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഇടവേളകളിൽ മാജിക് ഷോസ്, ഡാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പിയായി അതെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ടീച്ചറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ പ്രേക്ഷകരും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ലിജോ മോൾ ഉണ്ടെങ്കിൽ ഓക്കെ ദാറ്റ് ഇസ് സംതിങ് കമ്മിങ് അപ്പ് ഇൻ ദ ഫിലിം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എലിമെൻറ്റ് മുൻനിർത്തി തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വി ആർ ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ് ഓഫ് ദ ഫിലിം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കോങ്ങാട് സ്റ്റേഷനിലെ 174 കുറിച്ച് അറിയാമല്ലേ? അതെ സാർ. ഈടോ അതിനാ ഫയലൊന്നും എടുത്ത് നോക്കിയാൽ പോരെ? സാർ ആ ഫയലത്തോടെ എല്ലാവർക്കും പേടിയാണ്. ഈടോ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടിയിട്ടുള്ളത്? എന്താ പറ്റിയ? പല്ല് പക്ഷേ ഈ കേസ് 6 വർഷം മുമ്പ് ക്ലോസ് ചെയ്തതല്ലേ, ഇനി ഇതെങ്ങനെ തെളിയിക്കാനാ? ആ ഫയലങ്ങനെ നമ്മൾ തൊട്ടെന്നറിഞ്ഞ ഇനി സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയല്ലേ? സാറേ, മനുഷ്യന്മാരെ പോലെയുള്ള മക്കള് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ക്രൈം സീനിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ വെച്ച് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാതിരിക്കുക. നീ എന്താ പൊട്ടനാണ് അഭിനയിക്കണം? എടാ, അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? പ്രേതത്തിന് പേടിയില്ല പിന്നെ
പോലീസുകാരെ ഫയലിന് പിടിക്കുന്നു. എടാ അലമ്പ് കേസാ, നീ അധികം പിടിക്കണ്ട. എന്തൊരു സാറേ, ഇന്ന് പഞ്ചമിയാണ്. ചിലപ്പോൾ നാളെ എനിക്കൊരു സസ്പെൻഷൻ അടിച്ചു കിട്ടും. ഇറങ്ങുന്നില്ലേ? എനിക്ക് പോകാൻ നേരമായി. And that's the trailer, everybody. ഉന്മാദം സിനിമയുടെ ട്രെയിലർ അങ്ങനെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയുണ്ടല്ലേ. നമുക്ക് കൂടുതൽ ക്ലൂസ് വേണം. സിനിമ 31-ാം തീയതിയാണ് റിലീസ് ആകുന്നത്. അതിനു മുന്നേ നമുക്കായിട്ട് we have to solve some of our questions in mind. ചാടിക്കറോ? യെസ്. ലയാൻ എന്തായിരുന്നു ഇതിന്റെ പേര്? ആ വാ. ആദ്യം തന്നെ ചെസ് നമ്പർ നിന്നെ ആരെ വിളിച്ചേക്കും? ഉന്തിത്തള്ളി വിട്ടു. ശരി, ഒരാളെ കൂടെ വേദിയിലേക്ക് എനിക്ക് ക്ഷണിക്കാനുണ്ട്. ഇവിടെ പേരെന്താ? റോമൻ. ഓക്കെ. എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമൻസ് കോളേജുകളിൽ പോയിട്ടുള്ള ഉണ്ണി ലാലുവിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. പ്ലീസ് കം ഓൺ മൈ ബോയ്. നമ്മൾ ഈ കലാപരിപാടി തുടങ്ങുന്നത് എൻ്റെ പുന്നാര മോളുടെ ഒരു സ്പ്ലിറ്റിലൂടെയാണ്. സ്പ്ലിറ്റ് ചെയ്തോ, ആദ്യം തന്നെ നിനക്കിട്ടുള്ള പണിയാണ്. കം ഓൺ. അടിപൊളി. ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ് ചാക്കോച്ചനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും, പക്ഷെ ഈ വേദിയിൽ പറ്റില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ കലാകാരന്മാർക്കും ചെയ്യാനുള്ള കാര്യം. അത് സിനിമയിലാണെങ്കിലും സിനിമയ്ക്ക് പുറത്താണെങ്കിലും ഈ ഒരു വേദിയിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പാട്ട് പാടി കൊല വിളിക്കാനും ഡാൻസ് ചെയ്ത് നിങ്ങളെ ഉന്മാദത്തിലാക്കാനും വേണ്ടി ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഏത് പാട്ടാണ് പാടേണ്ടത്, ഏത് ഡാൻസാണ് നൃത്തം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു നോ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു, യെസ് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും. ഒരു രാജമല്ലേ 97 മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ ഇത്? അങ്ങനൊന്നുമില്ല, ഞാൻ പാട്ട് പാടിയ ഡാൻസ് പോലെ ഇരിക്കും, ഡാൻസ് ചെയ്ത പാട്ട് പോലെ ഇരിക്കും. എന്തായാലും 29 വർഷങ്ങൾ കഴിഞ്ഞു, 30-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹം ആത്മാർത്ഥമായിട്ട് നേരിട്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും തുടങ്ങിയിട്ട്. അപ്പം അത് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഗാനമായ ഓ പ്രിയേ നിനക്കൊരു ഗാനം, എത്ര മനോഹരമായിട്ടാണ് MGC ചേട്ടനും ദാസേട്ടനൊക്കെ പാട്ട് പാടിയത്. ഞാൻ പാടിക്കൊളവാക്കുന്നില്ല. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതിലെഴുതി മുന്നിലൊരു എടി മുഖം. സോറി, ഒന്നുകൂടെ പാടട്ടെ. കരയണ്ട. ഒരു രാജമല്ലി വിടരുന്ന പോലെ എഴുതി നിന്നിൽ ഒരു മുഖം, അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിനും മധുകണം, കവിത എന്നിലും നിറകുടം, അറിയുകില്ല നീ ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. നല്ലൊരു കൈയടി കൊടുക്കട്ടെ. നമ്മൾ ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ നമ്മൾ എല്ലാവരും ജനറേഷൻസ് ക്രോസ് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് അത്രയും അടിപൊളിയാണ്. നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ നമുക്കായിട്ട്
വെടിക്കെട്ട് ഞാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. സോ താങ്ക് യു. അപ്പൊ ജൂലൈ 31 മറക്കാതെ തിയേറ്ററിലേക്ക് വരിക. ഒരു നല്ല സിനിമ, നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെയും നല്ല ആക്ടേഴ്സിന്റെ കൂടെയും ഒരു നല്ല കഥയുടെ പിൻബലത്തോടു കൂടി നല്ലൊരു ബാനറിന്റെ പിൻബലത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാണ്. ജൂലൈ 31 ഉന്മാദം. അത് തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും കാണുക, ബാക്കിയുള്ളവരെ കാണിക്കുക. ഈ പറയുന്ന പോലെ മനസ്സ് മെസ്സിയുടെ കൂടെ ആണെങ്കിലും തലച്ചോറ് സ്പെയിനിന്റെ കൂടെയാണ്. പക്ഷേ മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ വാമോസ് അർജന്റീന. താങ്ക് യു മെസ്സി ഫോർ ഓൾ ദ എന്റർടൈൻമെന്റ് ദാറ്റ് യു ഹാവ് ഗിവൺ us. പുതിയ യുഗം, പുതിയ തലമുറ ഫുട്ബോളിലും വരികയാണ്. അതിനോടൊപ്പം തന്നെ പഴയ ആൾക്കാരും വെറ്ററൻസും ലെജൻസും എല്ലാം ഫുട്ബോളിൽ എന്ന പോലെ സിനിമയിലും നിലനിൽക്കുകയാണ്. അപ്പോൾ അത് എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും കലാകാരന്മാരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഈ കലാ സമൂഹത്തോട് നന്ദി പറയുകയാണ്. സോ താങ്ക് യു ഫ്രം ദ ഹോൾ ടീം ഓഫ് ഉന്മാദം. എൻ്റെ വ്യക്തിപരമായ പേരിലും ഉന്മാദം ടീമിൻ്റെ പേരിലും വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ് ടു ഓൾ. താങ്ക് യു. Thank you so much, Chakosha. Your energy എപ്പോഴും ഏത് സ്റ്റേജിലും. Yes. So here comes നമ്മുടെ സ്വന്തം Chakosha. നമുക്കായിട്ട് വീണ്ടും dance perform ചെയ്യാൻ. Come on everybody, show your love for our very own Chakosha. That was a sweet gift that Chakoshan gifted us, everybody. Now I think we are almost complete there with stars, with the cast and crew of Unmadam. എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു ചിരി കാണട്ടെ. Like everybody is busy clicking pictures. Come on, smile everyone, smile.